ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസിന്റെ 8ാം സീസണെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോയുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ച് എപ്പോഴായിരിക്കും, അതുപോലെ തന്നെ ഓഡീഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഓഡീഷൻ അടുത്ത ആഴ്ച, അതായത് മെയ് 10ാം തീയതിക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ ഒരു സീസണിലേക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് വിളിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കുറച്ചധികം ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലും 6ലൊക്കെ ആയിട്ട് വിളിച്ചിട്ടുള്ള ഒത്തിരി കണ്ടസ്റ്റൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന സീസൺ 8ലേക്ക് വിളിക്കാനായിട്ട് ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള കുറച്ചധികം വ്യക്തികളുടെ പേരാണ് പറയുന്നത്. ഏകദേശം 25ഓളം വരുന്ന കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അപ്ഡേറ്റുകൾക്കും മറ്റുള്ള വീഡിയോസിനും വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ താരമായിട്ടുള്ള രേഖ രതീഷ് ആണ്. രേഖ രതീഷ് ഈ പറയുന്ന പോലെ ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് തട്ടിയും മുട്ടിയും ഉപ്പും മുളകും ഫെയിം ഒക്കെ ആയിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു ആണ്. സിദ്ധാർത്ഥ് പ്രഭു ഈ പ്രാവശ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലാണ്. ശ്രീലക്ഷ്മി അറക്കലും അത്യാവശ്യം ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8ന് പറ്റിയൊരു മെറ്റീരിയലാണ്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് പറയുന്നത് ജാസിയാണ്. LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസി ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് ബൈജൂസ് വ്ലോഗ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ബൈജു ചേട്ടൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ആറാമത്തെ പേര് പറയുന്നത് തൊപ്പിയാണ്. നമ്മുടെ യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള തൊപ്പി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഏഴാമത്തെ പേര് പറയുന്നത് രാജീവാണ്. രാജീവ് ഈ പറയുന്ന പോലെ സ്വാന്തനം സീരിയലിലെ ബാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന രാജീവിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് എട്ടാമത്തെ പേര് പറയുന്നത് ഗംഗയാണ്. അതായത് നമ്മുടെ ബ്യൂട്ടി വ്ലോഗർ ആയിട്ടുള്ള ഗ്ലാമി ഗംഗ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് ഒമ്പതാമത്തെ പേര് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് നമുക്കറിയാം ഒരു സിനിമ ആക്ടറാണ്, ഡയറക്ടറാണ്. അപ്പോൾ സന്തോഷ് പണ്ഡിത്തിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് പത്താമത്തെ പേര് പറയുന്നത് ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാടാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ ഷാലു പയ്യാടിനെയും ഏകദേശം ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് 11ാമത്തെ പേര് പറയുന്നത് നമ്മുടെ രാഹുൽ ഈശ്വറാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ, സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയപരമായിട്ടൊക്കെ ഒത്തിരി ജനങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വറും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 12ാമത്തെ പേര് പറയുന്നത് സ്വാന്തനം സീരിയലിൽ ശിവൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന സജിൻ TP. അപ്പൊ സജിൻ TPയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 13ാമത്തെ പേര് പറയുന്നത് സ്വാസിക വിജയ് ആണ്. നമ്മുടെ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന സീരിയലിലൂടെ വന്നു, ഇപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. സ്വാസിക വിജയിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 14ാമത്തെ പേര് പറയുന്നത് സഞ്ജു ടെക്കിയാണ്. സഞ്ജു ടെക്കി നമ്മുടെ യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററൊക്കെയാണ്. സഞ്ജുവിനെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ചന്ദനമഴ സീരിയൽ ഫെയിം ആയിട്ടുണ്ടായിരുന്ന ഷാലു കുര്യനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 16ാമത് പറയുന്നത് ധന്യ, നമ്മുടെ ഹെലനോസ് പാട്ട, യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ഹെലനോസ് പാട്ടയെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 17ാമത്തെ പേര് പറയുന്നത് ഈ പറയുന്ന സൂര്യ TVയിലും ഏഷ്യാനെറ്റിലൊക്കെ ഒരു സീരിയൽ ആക്ടർ ആയിട്ടുണ്ടായിരുന്ന യുവാകൃഷ്ണയാണ്. യുവാകൃഷ്ണ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് 18ാമത്തെ പേര് പറയുന്നത് RJ അഞ്ജലിയാണ്. ഒരു റേഡിയോ ജോക്കിയാണ്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡി ഫെയിം കൂടിയാണ്. അപ്പോൾ RJ അഞ്ജലിയെയും ഈ പ്രാവശ്യം വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതായിട്ട് 19ാമത്തെ പേര് മല്ലു ട്രാവലർ, നമ്മുടെ സക്കീറിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് അടുത്തൊരു ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഈ പറയുന്ന പോലെ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്
ശ്രീജിത്ത് പണിക്കർ. അപ്പൊ ശ്രീജിത്ത് പണിക്കരെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 21ാമത്തെ പേര് പറയുന്നത് ആക്ട്രസും ആങ്കറുമായിട്ടുള്ള ശ്രുതി സിത്താരയാണ്. ശ്രുതി സിത്താരയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 22ാമത്തെ പേര് പറയുന്നത് സന്തോഷ് വർക്കിയാണ്. സന്തോഷ് വർക്കി ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ദെൻ അടുത്തതായിട്ട് 23ാമത്തെ പേര് പറയുന്നത് ശ്രീവിദ്യ മുല്ലശ്ശേരി. ആക്ട്രസും ആങ്കറൊക്കെ ആയിട്ടുള്ള ശ്രീവിദ്യ മുല്ലശ്ശേരിയെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 24ാമത്തെ പേര് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിരുന്ന അശ്വിനിയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തത് 25ാമത്തെ പേര് ഞാൻ പറയുന്നത് ഇൻഫ്ലുവൻസറും യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ ആയിട്ടുള്ള ശിവാംഗി. നമ്മുടെ നാട്ടുകാരിയല്ല, ശിവാംഗി ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനം പറയുന്നത് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള പ്രണവ് കൊച്ചു. പുള്ളിക്കാരനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു 10-26ഓളം വരുന്ന കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഇവരെല്ലാവരും വരുമെന്നല്ല, ഇത് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഈ പറയുന്ന പോലെ ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പലരെയും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഭാഗത്ത് നിന്ന് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവർ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഇതിന് കഴിഞ്ഞ സീസണുകളിലാണെങ്കിലും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് പല എന്താണ് ഈ പറയുന്ന പ്രയോറിറ്റി ലിസ്റ്റുകളിലും പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഈ പ്രാവശ്യവും ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനങ്ങൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇവരെയൊക്കെ ബിഗ് ബോസ് വിളിച്ച് അതിന്റെ ഒരു രീതിയിലൊക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും അടുത്ത ആഴ്ച ഏകദേശം ഒരു 10-ാം തീയതിയോടുകൂടി ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസും പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ പുറത്തുവിടാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഞ്ചിങ് ഏകദേശം ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്